അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖിയാമത്ത് നാളിനെയും ഖിയാമത്ത് നാളിന് മുമ്പ് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെയും ഖിയാമത്ത് നാളിന്റെ ഭയാനകതയെയും വ്യക്തമായി വിശദീകരിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും പ്രത്യേകം പാരായണം ചെയ്യൽ സുന്നത്തുണ്ട്. അത് വെള്ളിയാഴ്ച രാവിലുമുണ്ട്, വെള്ളിയാഴ്ച പകലിലുമുണ്ട്. വെള്ളിയാഴ്ച രാവിനേക്കാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ കൂടുതൽ നല്ലത് പകലിലാണ്. പകലിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം സുബഹ്, വെള്ളിയാഴ്ചയുടെ സുബഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ്. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താലുള്ള വലിയ നേട്ടങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫി യൗമിൽ ജുമുഅത്തി അളാഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈനി. ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ 2 ജുമുഅകൾക്കിടയിലുള്ള സമയം അവന് ആ സൂറത്ത് പ്രകാശമാകും എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ലൈലത്തുൽ ജുമുഅത്തി അളാഅ ലഹു മിനൻ നൂരി മാ ബൈനഹു വ ബൈനൽ ബൈത്തിൽ അതീഖ്. ആരെങ്കിലും വെള്ളിയാഴ്ച രാവിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അവന്റെയും പരിശുദ്ധ കഅബാലയത്തിന്റെയും ഇടയിലുള്ള സ്ഥലം അവന് പ്രകാശമാകുമെന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി യൗമൽ ജുമുഅ. ആരെങ്കിലും ജുമുഅ ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ സതഅ ലഹു നൂറുൻ മിൻ തഹതി ഖദമൈഹി. അവന്റെ കാൽപാദങ്ങളിൽ നിന്നൊരു പ്രകാശം ഉത്ഭവിക്കും. ഇലാ അനാനിസ് സമാ, ആകാശത്തേക്ക് കണ്ണെത്താ ദൂരം ആ പ്രകാശം ഇങ്ങനെ ഉയർന്നു നിൽക്കും. യുളീഉ ലഹു യൗമൽ ഖിയാമ. ആ പ്രകാശം നമുക്ക് ഉപകാരപ്പെടുന്നത് നാളെ ഖിയാമത്ത് നാളിലായിരിക്കും. മാത്രമല്ല വഗുഫിറ ലഹു മാ ബൈനൽ ജുമുഅത്തൈനി. 2 ജുമുഅകൾക്കിടയിലുള്ള അവന്റെ പാപങ്ങൾ ആ സൂറത്തുൽ കഹ്ഫ് കൊണ്ട് പൊറുക്കപ്പെടുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച രാവിലും പകലിലുമായി പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഈ മഹത്തായ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുക. യജമാനനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.